ഇന്ന് രാവിലെ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര പ്ലാനിങ്ങോട് കൂടി എഴുന്നേറ്റൊരു ദിവസമായിരുന്നേ. അതായത് ഇന്ന് എന്തെല്ലാം ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ തന്നെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇച്ചായൻ എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റിക്കുകയായിരുന്നു. ഞാനിന്ന് മോർണിംഗ് നമുക്ക് ഇടിയപ്പവും പാലും ഉണ്ടാക്കാം എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇച്ചായൻ പറഞ്ഞു, നീ വേറെ ഒന്നും ഉണ്ടാക്കണ്ട, ബ്രെഡും ഓംലെറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ, എനിക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നാൽ പിന്നെ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചച്ചുമോൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ബ്രെഡും മുട്ടയും ചീസൊക്കെ കൂടി വെക്കണം എന്നുള്ളത്. അപ്പം ചേട്ടൻ പറഞ്ഞു, ചേച്ചി വാങ്ങുന്നുണ്ടെങ്കിൽ ചീസും കൂടി വാങ്ങിച്ചോളൂ, ജോഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പം അങ്ങനെ അപ്പനും മക്കളും കൂടി രാവിലെ തന്നെ പോയിട്ട് ബ്രെഡും ചീസൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട്. മുട്ട ഓൾറെഡി നമുക്കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ മുട്ട ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചച്ചുമോൻ വന്നിട്ട്, അമ്മ ഇന്ന് അപ്പം ഉണ്ടാക്കി തന്നാൽ മതി എന്നുള്ളത്. നമുക്ക് ലോട്ടറി ആണല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ. പക്ഷെ പിള്ളേർ പറയുന്നതെല്ലാം അപ്പനനുസരിക്കണമെന്നില്ലല്ലോ. അവസാനം ഞാൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത് കേട്ടോ. ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും 3 പേരും കൂടി ചായയും പാലൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് പാല് കുടിച്ചപ്പോൾ ചുണ്ടിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ അവളിനെ കളിയാക്കായിരുന്നു, അവൾക്ക് മീശയൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട്. അതാണ് ആളിങ്ങനെ അന്താളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം എൻ്റെ മുഖത്ത് ഇങ്ങനൊരു പാടുണ്ടായിരുന്നില്ലല്ലോ എന്നാണ് കേട്ടോ ആൾ ചിന്തിക്കുന്നത്. അയച്ചാൻ തുടച്ചു കൊടുക്കാൻ നോക്കിയെങ്കിലും സമ്മതിച്ചൊന്നുമില്ല. അത്ര പെട്ടെന്ന് അങ്ങനെ സമ്മതിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനില്ലല്ലോ. പിന്നെ ചച്ചുമോനെ അവൻ പറഞ്ഞ രീതിക്ക് ഉണ്ടാക്കി കൊടുത്ത കാരണം ആൾക്ക് ഇഷ്ടപ്പെട്ടു, അവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന് ഞാൻ വലിയ കാര്യത്തിൽ അങ്ങോട്ട് കൊടുത്തതാണ്, വേണമെന്ന് ചോദിച്ച വഴിക്ക് അവൾ വേണ്ടാന്ന് പറഞ്ഞത്. ഈ പെങ്കൊച്ചെന്ത് ഇങ്ങനെ എന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നിക്കാറുണ്ട്. ഏതായാലും ഉണ്ടാക്കി വെച്ച സംഭവം വേസ്റ്റായില്ല. നമ്മൾ പാകത്തിനുണ്ടാക്കിയതും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുമായതുകൊണ്ട് ടക്കേന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടി തീർന്നു. ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ തൊട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവളുടേതായിട്ടുള്ള പുതിയ പുതിയ എക്സ്പ്രഷൻസൊക്കെ പുറത്തേക്ക് എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാനും ഞാനും ഇതെന്ത് വിളി ചെയ്യുന്നേ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. ജോഷിമോൻ അവൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒരാൾ ചെയ്യുന്നത് മറ്റാൾ എന്തായാലും കൂടെ നിന്ന് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ടാറ്റാ.